മാറ്ററിലേക്ക് ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന നാൻസിയും ജൊനാഥനെയും കാണിച്ചുകൊണ്ടാണ് 6th എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ അവിടെ ഒരു എനർജി സ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എനർജി മാറ്റർ വിസിബിൾ ആവുന്നതാണ് കാണുന്നത്. ഡസ്റ്റിൻ പറഞ്ഞതുപോലെ ഇവർ മരിച്ചു പോകുന്നില്ല. ആ സ്ഫിയറിൽ നിന്നൊരു പവർഫുൾ ആയ എനർജി ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ഇതിന്റെ ആഘാതത്തിൽ നമ്മുടെ നാൻസിയും ജൊനാഥനും തെറിച്ച് വീണവരുടെ ബോധം പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു എനർജി ബ്ലാസ്റ്റ് അങ്ങ് ദൂരെ ചർച്ച് വരെ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോപ്പറിനും കാളിക്കും ലെവനും ഇത് കാണാനും സാധിക്കുന്നുണ്ട്. ഈ ചർച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ഫ്ലഷ് വോൾ ഉള്ളത്. തൊട്ടപ്പുറത്ത് എന്താണെന്നറിയാത്ത ഒരു വോള്, അതിലേക്കാണ് ഈ ബ്ലാസ്റ്റ് വന്ന് പതിക്കുന്നത്. ഉടനെ തന്നെ ഈ ഒരു വോൾ തന്നെ ഷെയ്ക്ക് ആവാണ്. ഇവർ എന്തൊക്കെ ചെയ്തിട്ടും ഷെയ്ക്ക് ആവാത്ത ഒരു വോള് ഇപ്പൊ ഷെയ്ക്ക് ആവുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് റിയൽ വേൾഡില് നമ്മുടെ മിസ്റ്റർ ക്ലർക്ക്, അതായത് ആ സാറിനെ കാണാൻ വേണ്ടിയിട്ട് മുറയും എറിക്കയും നട്ടപ്പാതിരയ്ക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ സമയം കുറച്ചധികമായെന്ന് അറിയാം, പക്ഷേ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ടെലിമെന്ററി ട്രാക്കർ ക്രിയേറ്റ് ചെയ്ത് തരണം. ഈ നട്ടപ്പാതിരിക്കോ, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ, നിങ്ങൾ ആരാണ്, എറിക്കെ നീ ഇപ്പം ആരെ കൂട്ടിക്കൊണ്ടായി വന്നേക്കണേ എന്നൊക്കെ നമ്മുടെ സാറ് ചോദിക്കുന്നുണ്ട്. ഇയാൾ എങ്ങനെ നോക്കിയാൽ അത് ചെയ്ത് കൊടുക്കില്ല എന്ന് ആയപ്പോൾ നമ്മുടെ എറിക്ക പറഞ്ഞു, നിങ്ങളുടെ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയ ഡസ്റ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാര്യകാരണ വിവരമൊന്നും ഇപ്പോൾ ചോദിക്കരുത്, എത്രയും പെട്ടെന്ന് അതൊന്ന് ക്രിയേറ്റ് ചെയ്തതാ. ഇവിടെ ഡസ്റ്റിനാണെങ്കിൽ ഇപ്പോൾ സ്റ്റീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, ഞാൻ റോങ് ആയിരുന്നു, എനിക്ക് തെറ്റുപറ്റി. നീ പോയപ്പോൾ ഒരു ജേർണൽ കണ്ടു, അത് ഡോക്ടർ ബ്രണ്ണറിൻ്റെ ആയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവിടെ ഒരു ഷീൽഡ് പ്രൊട്ടക്ടർ ഉള്ളത് ഒരു എക്സോട്ടിക് മാറ്റർ ആണ്. എക്സോട്ടിക് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് അറിയില്ല, അതെന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യം. അവിടെ ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ ജൊനാഥനും നാൻസി ഇപ്പോഴും ആ ഒരു കിടപ്പ് തന്നെ തുടരുകയാണ് കേട്ടോ. അതുകൊണ്ട് അവരത് ടച്ച് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ ഇപ്പോൾ ഒരു ഷെയ്ക്ക് വന്നില്ലേ, അതൊക്കെ അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. ആ ഒരു എക്സോട്ടിക് മാറ്റർ കാരണം ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്കൊന്നും അളക്കാൻ പറ്റാത്ത അത്രയുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ വിചാരിച്ച പോലെ ആ വോളിൻ്റെ അപ്പുറത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹോളി ഒന്നും അല്ല ഉള്ളത്. ആ വോളിൻ്റെ അപ്പുറത്ത് ശരിക്കും മറ്റൊരു വേൾഡാണുള്ളത്. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചിരുന്നത് ഈ ഒരു അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്നത് ഒരു വേൾഡാണ്, നമ്മുടെ വേൾഡിൽ നിന്ന് ഇവിടേക്ക് വരാൻ പറ്റും, ഇത് മറ്റൊരു വേൾഡാണെന്നല്ലേ. പക്ഷെ അല്ല, ഇതൊരു വേം ഹോളാണ്. അതായത് ഈ ഒരു അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ബ്രിഡ്ജാണ്. ഇതിൻ്റെ അപ്പുറം, ഈ ഒരു വോളിൻ്റെ അപ്പുറത്താണ് മറ്റൊരു വേൾഡ് ഉള്ളത്. ആ വേൾഡ് ശരിക്കും ഡെത്താണ്, അവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ്. നമ്മുടെ വേൾഡിൽ നിന്ന് ആ ഒരു ഒന്നുമില്ലാത്ത ആ ഒരു ഡെത്ത് വേൾഡിലേക്കുള്ള ഒരു കണക്ഷൻ ബ്രിഡ്ജ് മാത്രമാണ് ഈ അപ്സൈഡ് ഡൗൺ. ഇവിടെ ഇപ്പോൾ ആ ഒരു എനർജി ബ്ലാസ്റ്റ് കാരണം ആ വോള് തന്നെ ഒരു ഹോള് വന്നിരിക്കുകയാണ്. നമ്മുടെ വേൾഡിൽ നിന്ന് ഒരുപാട്, അല്ലെങ്കിൽ ഈ അപ്സൈഡ് ഡൗണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ആ ഹോൾ വഴി അപ്പുറത്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ശരിക്കും ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പം ആ കാണുന്ന നടുവിലുള്ള ആ ഒരു തണ്ട് പോലത്തെ സ്ഥലമാണ് അപ്സൈഡ് ഡൗൺ. സോ ഇത്രയും കാണിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ടൈറ്റിൽ കാണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മാക്സും ഹോളിയും കൂടി ഹെൻറിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു ഗുഹയിലേക്ക് എത്തണം, എങ്കിൽ മാത്രമാണ് ഇവർ രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ അവർ ഒരു ഗുഹയിലേക്ക് കയറിയപ്പോൾ തന്നെ വെളിയിൽ നിന്ന് ഹെൻറി വരുന്നതായിട്ട് ഹോളി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹെൻറി ആണെങ്കിൽ ഇവരുടെ പിറകെ ഓടി ആ ഒരു പ്രശ്നം, അവിടെ ഒരു അടിയൊക്കെ ഉണ്ടായല്ലോ, അത് കാരണം പുള്ളിക്ക് ഭയങ്കരമായിട്ട് വൂണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഹോളിയുടെ അടുത്ത് ഹെൻറി പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ കൂടെയുള്ള നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മാക്സ്, അവൾക്കായിരിക്കും അപകടം സംഭവിക്കുക. അവൾ ശരിക്കും നിന്റെ അടുത്ത് നുണ പറയാണ്, അവൾ കാരണം നീ അപകടത്തിലാവാൻ പോവാണെന്ന്. പക്ഷെ നീയാണ് എൻ്റെ അടുത്ത് നുണ പറഞ്ഞതെന്ന് ഹോളി ഹെൻറിയുടെ അടുത്ത് പറയുന്നുണ്ട്. നിന്റെ ട്രൂ ആയിട്ടുള്ള നേച്ചർ ഞാൻ കണ്ടു, നീ ആരാണെന്ന് ഞാൻ കണ്ടു, നീയാണ് മോൺസ്റ്റർ. ഓഹോ, അത് നീ മനസ്സിലാക്കിയോ? എങ്കിൽ പിന്നെ നീ മനസ്സിലാക്കിക്കോ, ഈ ഗുഹയിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ലെന്നുള്ള നിന്റെ ധാരണയില്ലേ? തിങ്സ് ഒക്കെ മാറി, അതായത് ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, നിന്റെ മാക്സിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഹെൻറി അവിടെ നിന്ന് പോവാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ റിയൽ വേൾഡിലെ ജോയ്സ് ഇപ്പോൾ വില്ലിന്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ലൂക്കാസിന് കാര്യങ്ങൾ ആകെ കേട്ട് കിളിവാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ റോബിൻ അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വില്ല് വെക്നയുടെ മൈൻഡിൽ കയറിയ സമയത്താണ് നമ്മുടെ ഹോളിയെയും അതുപോലെ തന്നെ മാക്സിനെയും പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മാക്സ് കോമ സ്റ്റേജിൽ കിടക്കാനുള്ള റീസൺ നമ്മുടെ ഡോക്ടർമാർക്ക് അറിയാത്തതിൻ്റെ കാരണം അവള് ഇപ്പോൾ ഉള്ളത് കോമ സ്റ്റേജിലല്ല, മറിച്ച് വെക്നയുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ്. അതുപോലെ ഹോളിയും വെക്നയുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ്, വില്ലും ഇപ്പോൾ വെക്നയുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ്. സോ നമ്മളിപ്പോൾ മാക്സിൻ്റെ ബോഡിയുടെ അടുത്തേക്ക് പോകണം, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതേ സമയം നമ്മൾ വില്ലിനെ നോക്കുമ്പോൾ വില്ല് ഇപ്പോൾ ഉള്ളത് അപ്സൈഡ് ഡൗണിലാണ്, അവൻ്റെ മൈൻഡ് അവിടെ സ്റ്റെക്കായി കിടക്കുകയാണ്. സോ അതിനൊരു റീസൺ ഉണ്ട്, നമ്മുടെ വെക്നയാണ് അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സോ വെക്ന നമ്മുടെ
വില്ലിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ ഫസ്റ്റ് വെസലായിരുന്നു, നീ എന്നേക്കാൾ വലിയവനാവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തു, പക്ഷേ നീ എന്നോടാ കളിക്കുന്നതിന് നീ മറന്നുപോയി. സോ നിന്നെ പോലെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് വെസൽസ്, അതായത് കിഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും നീയാണ് എനിക്ക് വേണ്ടി ഈ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് തന്നത്. നിന്റെ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് എനിക്ക് ഒരുപാട് ടണൽസ് ഒക്കെ കിട്ടിയത്. അതായത് നിന്നെ ഞാൻ യൂസ് ചെയ്യായിരുന്നു എൻ്റെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഇതുപോലെ ഞാൻ ഒരുപാട് കുട്ടികളെ കൊണ്ട് എൻ്റെ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യിക്കും. ഇനി അവസാനമായി ഞാൻ നിന്നെ ഒരു തവണ കൂടെ യൂസ് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണ്ടുന്ന ഒരാളുണ്ട്, അവളെ എനിക്ക് കിട്ടണം, റിയൽ വേൾഡിൽ അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വെക്ന ഇപ്പോൾ വീണ്ടും നമ്മുടെ വില്ലിനെ സ്പൈ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. വില്ല് അവനെ എതിർത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വെക്നയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വില്ലിനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ വെക്നയാണ് മുന്നിൽ. സോ വില്ലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ന ആരംഭിക്കുകയാണ്. മാക്സിമം നമ്മുടെ വില്ല് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇതേ സമയം നമ്മുടെ ഹോളീനെ നോക്കുകയാണെങ്കിൽ ഹോളി ഇപ്പോൾ വേറൊരു രീതിയിൽ തിയറിറ്റിക്കലി വേറൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാക്സ് പറയുന്നുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം, ഇവിടെ മാത്രമാണ് ആ ഒരു ഹെൻറിക്ക് കടക്കാൻ പറ്റാത്തത്, സോ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, 11 നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവും, സോ അവൾ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന്. ഇന്നേരം നമ്മുടെ ഹോളി പറയുന്നുണ്ട് 2 വർഷമായില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടേക്ക് ഹെൻറി വരാത്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറഞ്ഞു അവന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ബാഡ് മെമ്മറി, ഒരു ട്രോമയുള്ള മെമ്മറിയാണ് ഇതിനകത്ത് വെച്ചുണ്ടായിട്ടുള്ളത്. സോ ഹെൻറിയുടെ ബാഡ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ബാഡ് മെമ്മറിയിലാണ് നമുക്ക് റിയൽ വേൾഡിലേക്കുള്ളൊരു പോർട്ടൽ ഉണ്ടായിരുന്നത്. സോ അവൻ്റെ ഒരു ബാഡ് മെമ്മറിയിൽ നമുക്ക് പോർട്ടൽ ഉണ്ടായിക്കൂടെ എന്ന് നമ്മുടെ ഹോളി തിരിച്ചു ചോദിക്കുകയാണ്. പക്ഷേ അവളുടെ ആ ഒരു തിയറി നമ്മുടെ മാക്സ് ആദ്യം ശരി വെക്കുന്നില്ല. എന്നാൽ ഹോളി ആണെങ്കിൽ അത് കേൾക്കാതെ ഇല്ല ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ 11 കൂട്ടരും ഒക്കെ ഇപ്പോൾ അപ്സൈഡ് ഡൗൺ എന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. മൈക്കിൻ്റെ അടുത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ, അവിടെ ഒരു വോളുണ്ട്, അതിനെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കാളിയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വില്ലിൻ്റെ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നമ്മുടെ മാക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അവനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ 11 അവൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് നീ പേടിക്കാതെ എന്നെല്ലാം പറയാണ്. ഈ സമയം നമ്മുടെ ഡസ്റ്റിനും സ്റ്റീവും ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു ജേർണൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ജൊനാഥനെയും നാൻസിയെയും കണ്ടുപിടിക്കണം. സ്റ്റീവ് കിട്ടിയ ഒരു ടോർച്ചും വെച്ച് ആ ഒരു വയർലെസ് മൈക്കും വെച്ച് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവരാണെങ്കിൽ ഇപ്പോൾ ആ ഒരു റൂമിൽ ഫുള്ള് മെൽറ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൊനാഥൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു, എന്നിട്ട് അവൻ നാൻസിയെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇവർക്ക് പരിക്കൊന്നുമില്ല കേട്ടോ. ആ റൂമിൽ എവിടെയാണ് എക്സിറ്റ് എന്ന് നോക്കിയിട്ട് അവർ ഡോറ് കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ആ ഡോർ ഹാൻഡിലിൽ ഇവർ പിടിച്ചതും ഉടനെ അതും മെൽറ്റായി പോകുന്നുണ്ട്. ഇതേ സമയത്ത് 11 ആണെങ്കിൽ എവിടെയാണ് നമ്മുടെ വില്ലിൻ്റെ മൈൻഡ് സ്റ്റക്കായി കിടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കാളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നു എന്ന് കാളിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇക്കാര്യം അവൾ വന്ന് മൈക്കിൻ്റെയും ഹോപ്പറിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ ഹോപ്പറിനൊരു പ്രശ്നമുണ്ട്. ഈ ഹോപ്പറിനല്ലാതെ 11 പറ്റിയിട്ട് കൂടുതൽ മറ്റാർക്കും അറിയില്ല എന്നാണ് അയാളുടെ ധാരണ. പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ പുള്ളിയുടെ ഈഗോ ഹേർട്ട് ചെയ്യും. ഇപ്പോഴും അത് തന്നെയാണ് പറ്റുന്നത്. നമ്മുടെ കാളി അവൾ സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നിനക്കാണോ അറിയാം, നീ ഇപ്പോഴല്ല അവളെ കണ്ട എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹോപ്പർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. നിങ്ങൾ കാണുന്നതിന് മുമ്പ് അവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ്. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അവളുടെ പവർ പുറത്തെടുക്കാതെ അവളൊരു ഭാഗത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അടക്കി ഇരുത്തിയതും പോരാ, എന്നിട്ട് അവളുടെ അത്രയും ടൈമും കളഞ്ഞു. അവൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാമോ, നിങ്ങളെക്കാൾ കൂടുതൽ അവളെ പറ്റി എനിക്കറിയാം എന്നെല്ലാം ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ബ്ലിങ്കിങ് സംഭവിക്കും. മൈക്ക് ഉടനെ തന്നെ 11 എന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് 11 പറയാണ്. ഉടനെ തന്നെ ഹോപ്പർ വന്ന് പറയുന്നുണ്ട് എന്നാൽ നമുക്കൊരു ഡിപ്രീവിയേഷൻ ടാങ്ക് തന്നെ സെറ്റിൽ ചെയ്യാമെന്ന്. ഇതേ സമയം നമ്മുടെ ലൂക്കാസും റോബിനും ആവട്ടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്, മാക്സിൻ്റെ ബോഡിയുള്ള സ്ഥലത്തേക്ക്. അതായത് മാക്സിനെ പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവളും ഈ ഒരു റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ലൂക്കാസിന് അറിയാം. അപ്പോഴാണ് അവിടെ നമ്മുടെ വിക്കി റോബിനെ കാണുന്നത്. ഉടനെ തന്നെ വിക്കി റോബിനെ കൂട്ടിക്കൊണ്ടുപോവാണ്. നമ്മുടെ വിക്കി വിചാരിച്ചു വെച്ചിരിക്കുന്നത് റോബിൻ ഇവളെ ഒഴിവാക്കാൻ വേണ്ടി നടക്കുവാണെന്നാണ്. ലൂക്കാസ് ആവട്ടെ അവളുടെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള കേറ്റ് ബുഷിന്റെ റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ സോങ് വെച്ച് അവളുടെ തൊട്ടടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹോളി ഇവിടെ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു. ഇവളുടെ അടുത്തൊരു സ്പൈ ക്യാമറ ഉണ്ടായിരുന്നല്ലോ, ഒരു ബൈനോക്കുലർ, അതിൻ്റെ ലെൻസിന്റെ ക്യാപ്പ് ഉരിയിട്ട് ഇവളുടെ ആ ഒരു ഗുഹയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു M എന്ന് പറയുന്ന ഒരു മാർക്ക് സ്പോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഡസ്റ്റിനും സ്റ്റീവും ആവട്ടെ ഇപ്പോൾ ജൊനാഥനെയും നാൻസിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളൊരു സ്റ്റെയർ തന്നെ മെൽറ്റായി താഴോട്ട് വീണു പോകുന്നുണ്ട്. ഇതേ സമയം ഇവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് തള്ളിയൊക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയായാലും അവർക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട്
കടക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നൊരു മരത്തടി കിട്ടിയപ്പോൾ അത് വെച്ച് ഈ ഒരു വോള് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും ഒരുപാട് ലിക്വിഡ് അകത്തേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലിക്വിഡിൻ്റെ അളവ് കൂടി ഇവരതിൽ മുങ്ങുമെന്നായപ്പോൾ ഇവർ ഉടനെ തന്നെ അവിടെയുള്ള ഒരു ടേബിളിലേക്ക് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇവർക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ തന്നെ, അതായത് ശരിക്കും അവിടെ നിന്ന് ഇവരില്ലാതാവുന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇവിടെ ഡിപ്രീവിയേഷൻ ടാങ്ക്, അതായത് ആ ഒരു സോൾട്ട് വാട്ടർ ടാങ്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പർ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ലെവന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ജോയ്സിനാണെങ്കിൽ ഭയങ്കര കുറ്റബോധമാണ്, അവൾ കാരണമാണ് വില്ലിന് ഇപ്പോൾ ഈ ഒരു അവസ്ഥ സംഭവിച്ചതെന്ന്. പക്ഷേ ഓവർ കെയറിങ് ആയിട്ടുള്ള പാരൻറ്റിങ് എന്ന് പറയുന്നത് അത് അവരുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നമ്മുടെ ഹോപ്പർ ജോയ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. പുള്ളി അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ നമ്മുടെ മൈക്കിന് കുറച്ച് ഡൗട്ട്സ്, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ അവൻ അറിയാനുണ്ടെന്ന്. അങ്ങനെ അവൻ അക്കാര്യം ലെവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ലെവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം അവൾ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്ടർ കെയുടെ കാര്യവും ഹെൻറിയുടെ ബ്ലഡ് ഉപയോഗിച്ച് ഇവരെ പോലുള്ള സൂപ്പർ നാച്ചുറൽ കിഡ്സിനെ ഉണ്ടാക്കിയ പോലെ ഇവളുടെ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ഇനിയും ഒരുപാട് കിഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോഴും എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നുണ്ട്. കാളിയിലൂടെയാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞത് എന്നെല്ലാം തന്നെ ഇവൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നീ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹോളിയും മാക്സും കൂടിയിട്ട് ഈ ഒരു കാര്യം, അതായത് ഹോളിയാണ് ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്, ഈ ഒരു എം ഷേപ്പ് ഉള്ളത് ഇതൊരു സ്പോട്ടാണ്, അതൊരു മാർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അത് വ്യൂ ക്ലിയർ ആക്കുമ്പോൾ അവരവിടെ ഹെൻറിയുടെ സീക്രട്ട് ആയൊരു മെമ്മറി കണ്ടുപിടിക്കുകയാണ്. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ റോബിൻ വിക്കിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ വിക്കി ആണെങ്കിൽ പറയുന്നത് ഇവളാകെ ഡ്രഗ്ഗി ആയിട്ടിരിക്കുകയാണ്, ഇവളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ റോബിൻ പറയുന്നുണ്ട് ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ട്, വേറൊരു ഡിമെൻഷൻ ഉണ്ട്, നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവളെങ്ങനെ നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടും വിക്കിക്ക് അത് മനസ്സിലാവുന്നില്ല. നീ പേടിക്കാതെ, ഞാൻ നിനക്കിതെല്ലാം മനസ്സിലാക്കി തരാമെന്നല്ല റോബിൻ പറയുന്നത്. ആ സമയത്തേക്ക് ഇവിടെ നമ്മുടെ റോബിൻ അന്വേഷിച്ച് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇവിടെ ആവട്ടെ ഇപ്പോൾ ഒരു കോണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സ്റ്റീവ് ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ, രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഡസ്റ്റിൻ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല, ഇനി എനിക്ക് വേണ്ടപ്പെട്ടവർ എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇല്ലാതാവുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എഡ്ഡിയുടെ കാര്യത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചോ എനിക്കിനി അതൊന്നും സഹിക്കാൻ പറ്റില്ല, നീ പോവല്ലേ എന്നെല്ലാം പറയുമ്പോൾ ശരിക്കും ഇന്നലെ ഞാൻ വിഷമമായെന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിയായത്. ഇവരൊരിക്കലും പിരിയാൻ പോകുന്നില്ല. നാൻസിയും ജൊനാഥനാണെങ്കിൽ മറ്റൊരു വഴിയില്ലാതെ ഹെൽപ്പ് എന്നെല്ലാം പറയുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. അവസാനം അവരുടെ വിധി അംഗീകരിച്ചു എന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ കൺഫസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് അവരവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്, ഞാനും അത് കാണാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ പല കാര്യങ്ങളും നാൻസിക്ക് ഇഷ്ടമുള്ളത് ജൊനാഥന് ഇഷ്ടമായിരുന്നില്ല, ജൊനാഥന് ഇഷ്ടമുള്ളത് നാൻസിക്ക് ഇഷ്ടമായിരുന്നില്ല. അവരവരുടെ ക്യാരക്ടേഴ്സിലും ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഇനി എന്തായാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നില്ല, പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും എനിക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ശേഷം നമ്മുടെ ജൊനാഥൻ അവൻ എടുത്തു വെച്ചിരുന്ന ആ ഒരു റിങ് എടുത്തിട്ട് നമ്മുടെ നാൻസിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വിൽ യു നോട്ട് മാരി മീ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അവർക്കിനി ഒരുമിച്ച് ജീവിക്കാനുള്ള വിധിയില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വി ആർ നോട്ട് മെൻ ടു ബി, അല്ല നമ്മൾ മെൻ ടു ബി ആണ്, നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടവരായിരുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ആ റിങ് അവിടെ വീഴും. ഉടനെ തന്നെ ആ മെൽറ്റഡ് ആയിട്ടുള്ള ഫ്ലോർ അത് ശരിക്കും കട്ടിയായിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ മരിക്കില്ല, അതായത് അവരെ അവിടെ സേഫ് ആണെന്നുള്ളത് മനസ്സിലായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യാണ്. ഇപ്പോൾ ഡിപ്രീവിയേഷൻ ടാങ്ക്, ആ ഒരു സോൾട്ട് വാട്ടർ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലെവൻ ഇപ്പോൾ നമ്മുടെ വില്ല് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഞാനിത് തട്ടും, അപ്പോൾ നിങ്ങളിത് തുറക്കണം എന്നും പറഞ്ഞ് അവൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ബെഡിൽ കിടക്കുന്ന വില്ലിൻ്റെ മൈൻഡിൻ്റെ അടുത്തേക്ക് ഇവൾ എത്തുന്നുണ്ട്. നീ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു താ, നിന്നെ കാണിച്ചു എന്നെല്ലാം പറയുമ്പോൾ അവൻ വെഗ്നയുടെ ഉള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ലെവൻ അവനെ രക്ഷപ്പെടുത്തി കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇതേ സമയത്ത് ഹെൻറിയുടെ ആ ഒരു മെമ്മറിയിലേക്ക് കടന്നിട്ടുള്ള നമ്മുടെ മാക്സിനും ഹോളിക്കും അവിടെ വോണ്ടഡ് ആയി കിടക്കുന്ന, മുറിവ് പറ്റി കിടക്കുന്ന ഒരാളെ കാണുകയാണ്. അയാളുടെ അടുത്തേക്ക് ഹെൻറി വരുന്നുണ്ട്. ഹെൻറി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടിയായിട്ടുള്ള ഹെൻറി. അങ്ങനെ അവന് ഇയാളെ രക്ഷപ്പെടുത്താനാണ് വന്നതെങ്കിലും ഇയാൾ അവനെ കണ്ട് പേടിക്കുന്നുണ്ട്. അവസാനം അവൻ്റെ കൈവച്ച് തന്നെ ഇയാൾ മരണപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ അതൊന്നും നോക്കി നിൽക്കാതെ നീ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് മാക്സ് അവിടെ വേറെ വഴികൾ തിരയുന്നുണ്ട്. ആ സമയം ഈ ഹെൻറി അയാളുടെ അടുത്ത് നിന്നൊരു പെട്ടി എടുക്കുന്നതായിട്ട് നമ്മുടെ ഹോളി കാണുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ആ ഒരു പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് എന്തൊക്കെയോ സ്മോക്ക് പുറത്തു വരുന്നത് മാത്രം കാണുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാക്സ്, ഇവിടെ നമ്മുടെ ലൂക്കാസ് അവളുടെ കൈയും പിടിച്ച് ആ ഒരു പാട്ടും വെച്ചിരിക്കുകയാണല്ലോ. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൾക്കുള്ള എക്സിറ്റ് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 11 നമ്മുടെ
വില്ലിനെ രക്ഷപ്പെടുത്തുന്നതിന് മുൻപായി തന്നെ വില്ലിനെ സ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ വില്ലിനെ ഒരു സ്പൈ ആക്കിക്കൊണ്ട് മാക്സിൻ്റെ ബോഡി എവിടെയാണ് കിടക്കുന്നതെന്ന് വെക്ന മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ കാര്യം നമ്മുടെ ലെവൻ്റെ അടുത്ത് ഉടനെ തന്നെ വില്ല് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലെവൻ പുറത്തു വന്ന് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിനെ രക്ഷപ്പെടുത്തണം, അവൻ കണ്ടു അവൾ എവിടെയാണെന്ന്. ഇതേ സമയം റോബിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസുകാരുടെ അടുത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ വലിയ പ്രശ്നം നടക്കാൻ പോവുകയാണെന്ന് റോബിൻ പറയുന്നുണ്ട്. പക്ഷെ അവർ കേട്ടില്ല. ഉടനെയാണ് ഡെമോഡോഗ്സ് അവിടേക്ക് വരുന്നത്. ഡെമോഡോഗ്സിൻ്റെ ഈ ഒരു സീൻ നമ്മൾ ട്രെയിലറിൽ കണ്ടതായിരുന്നു. ശരിക്കും ഒരുപാട് ഫാൻസ് തിയറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീനായിരുന്നു. പക്ഷെ ലിറ്ററലി നമ്മുടെ റോബിനോ വിക്കിക്കോ അവിടുന്ന് പ്രശ്നങ്ങളൊന്നും പറ്റുന്നില്ല. പകരം ആ പോലീസുകാരുടെ കഥ നമ്മുടെ ഡെമോഡോഗ്സ് കഴിക്കുന്നുണ്ട്. സോ ഇവരെ എയിം ചെയ്തിട്ടില്ല എന്ന് റോബിന് മനസ്സിലായി. ഉടനെ അവിടെയുള്ള അനൗൺസ് സിസ്റ്റം വഴി ലൂക്കാസ് നിങ്ങളുടെ അടുത്തേക്ക് ഡെമോഡോഗ്സ് വരുന്നുണ്ട് എന്നുള്ള വിക്കിൻ്റെ സഹായത്തോടു കൂടി റോബിൻ വിളിച്ചറിയിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് മാക്സിനെയും കൊണ്ട് അവിടെ നിന്ന് ബേസ്മെൻറ്റ് വഴി പോകണം. സോ ഇവിടെ നമ്മുടെ കാരനും കിടപ്പുണ്ടായിരുന്നു. കാരൻ എന്ന അപകടം പറ്റിയിട്ട് ഇവിടെയാണ് കിടന്നിരുന്നത്. കാരനും ഇത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ലൂക്കാസ് ആവട്ടെ മാക്സിനെയും ആ ഒരു പാട്ടുപെട്ടിയും എല്ലാം കൊണ്ടാണ് ബേസ്മെൻറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ മാക്സ് ആണെങ്കിൽ ആ ഒരു എക്സിറ്റിൻ്റെ അടുത്തേക്ക് ഹോളിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്കിയും റോബിനും ലൂക്കാസും മാക്സും എല്ലാവരും കൂടി ഇപ്പോൾ ഏറ്റവും താഴെയുള്ള ബേസ്മെൻറ്റിലുള്ള ലോണ്ടറി സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. വിക്കി ആണെങ്കിൽ നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്കിപ്പോൾ നിന്നെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടേക്ക് ഡെമോഡോഗ്സും വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് നിർത്തുമോ എന്ന് ലൂക്കാസിൻ്റെ അടുത്ത് റോബിൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ ആ ഒരു പോർട്ടൽ ഇവിടെ നിന്ന് മിസ്സായി പോകില്ല. അതുകൊണ്ട് അവൻ നിർത്തുന്നില്ല. ഡെമോഡോഗ്സ് അവിടെ എത്തി ഇവരെ പിടിച്ചില്ല ആ ഒരു ഇതിലെത്തുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ വാഷിംഗ് മെഷീൻസ് വർക്കാവാൻ തുടങ്ങി. അതിനകത്ത് ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണുള്ളത്. പെട്ടെന്ന് തന്നെ ആ ഒരു വാഷിംഗ് മെഷീൻസ് കോൾഡ് മാറിയിട്ട് ഹോട്ടിലേക്ക് മാറാൻ തുടങ്ങി. ഹോട്ടും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് അവിടെ വലിയൊരു കൊളീഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. സോ ഈ ഒരു ഹീറ്റിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നതെന്ന് നോക്കുമ്പോൾ ഇവരാകെ സർപ്രൈസ് ആയി പോവാണ്. അത് മറ്റാരായിരുന്നില്ല, നമ്മുടെ കാരൻ ആയിരുന്നു. എവിടെ നിന്നൊക്കെ ആരൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നതെന്ന് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് എൻട്രീസ് ഉണ്ട് കേട്ടോ ഈ ഒരു സീസണിൽ ഇതിൽ ഫുള്ള്. അപ്പോഴേക്കും നമ്മുടെ ഹോളിയും മാക്സും കൂടി അവർ എക്സിറ്റിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാക്സ് പറയാണ്, മോളെ ഇത് നിനക്കുള്ള എക്സിറ്റ് അല്ല, എനിക്കുള്ളതാണ്. ലൂക്കാസ് അവിടെ ആ പാട്ട് വെച്ചതുകൊണ്ടും അവൻ എൻ്റെ കൈ പിടിക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. സോ അതുപോലെ റിയൽ വേൾഡുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം, അത് വെച്ചിട്ടാണ് നിനക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ, നീ പേടിക്കാതെ എന്ന് പറയുമ്പോൾ എനിക്ക് ഹീറോയിക് ഹോളി അത് ആ ഒരു ഡോൾ അവൾ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അതൊരിക്കലും എന്നെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ അത്ര ഹീറോയിക് അല്ലല്ലോ എന്നെല്ലാം പറയുകയാണ് ഇവള്. അന്നേരം മാക്സ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ എത്ര നാളായി പെട്ട് കിടക്കുന്നു, നീ വന്നിട്ടല്ലേ എനിക്ക് പുറത്ത് കടക്കാനുള്ളൊരു ധൈര്യം തന്നെ, നീയല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കേ നമ്മുടെ ഹോളിക്കും അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി അവരവരുടെ പോർട്ടലിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് 6 ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ടൊരു ഡ്രമാറ്റിക് സീനിലാണ് ഈ ഒരു എൻഡ് ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. വോളിയം 2 ഇനിയൊരു എപ്പിസോഡൂടെ മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മൾ വിചാരിച്ചതിൽ നിന്നും ഇതിൽ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്നത് ഒരു വേൾഡ് അല്ല, അത് ജസ്റ്റ് ഒരു കണക്ഷൻ ബ്രിഡ്ജാണ്. സോ ആ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറയുള്ള അതാണ് ആ ഒരു വോളിൻ്റെ അപ്പുറയുള്ള വേൾഡ്. അവിടെ ഡെത്താണ്, ശരിക്കും ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ് കാര്യങ്ങൾ. അത് ശരിക്കും ആ ഒരു ഫാക്റ്റ് നമുക്ക് സർപ്രൈസിങ് ആയിരുന്നു. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന തിയറീസ് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.